ആക്ച്വലി നമുക്ക് എല്ലാ പേഷ്യൻസിനും ഒരു 12 വീക്സ് തൊട്ട് നമുക്ക് നടന്നു തുടങ്ങാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റും എല്ലാ പേഷ്യൻസിനും? അങ്ങനെയല്ല, നമ്മൾ NT സ്കാനിൽ നമ്മൾ സർവൈക്കൽ ലെങ്ത്തും അതേപോലെ പ്ലാസൻ്റയുടെ പൊസിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേന്നോ. ശരിക്കും പറഞ്ഞാൽ പ്ലാസൻ്റെ ലോ ലൈങ് ആണെങ്കിലും ചെറിയ ചെറിയ നടത്തവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം അല്ലേ. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാസൻ്റെ കംപ്ലീറ്റ്ലി ലോ ലൈങ് ആവുമ്പം നമ്മൾ ട്രാവൽ, അതായത് ഭയങ്കര ബമ്പി റോഡ്സിൽ കൂടെയല്ല ട്രാവൽ. കംപ്ലീറ്റ്ലി ട്രാവൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ വീഴാൻ പാടില്ല. അതേപോലെ ബമ്പി റോഡ്സിൽ കൂടെ, ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്ന റോഡ്സിൽ കൂടെ ആണെങ്കിൽ ട്രാവൽ ചെയ്യരുത്. 2, നമുക്ക് ഭയങ്കരമായിട്ടെടുത്ത് വെയിറ്റ് ഉള്ളെടുത്ത് പുറത്തേക്ക് വെക്കുക, താഴേക്ക് പ്രഷർ കൊടുക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. 3-ാമത്തേത് കോൺസ്റ്റിപ്പേഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല ഫൈബർ റിച്ച് ഡയറ്റ് എടുക്കുക. എന്നിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് സിറപ്പ് എടുക്കാം, വയറ്റിൽ നിന്ന് പോകാനുള്ള സിറപ്പ് എടുക്കാം. അങ്ങനെ ലൂസായിട്ട് പോകുന്ന രീതിയിൽ നോക്കാം. ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യണം പ്ലാസിൻ്റെ താഴെ ഉള്ളപ്പം. എപ്പോഴും സൊസൈറ്റി ശരിക്കും പറയുന്നത് പ്രഗ്നൻ്റ് ആയാൽ പിന്നെ സ്റ്റെപ്സ് കയറാൻ പാടില്ല അല്ലേ, ട്രാവൽ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്സ് കയറാനും പാടും, ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ 2 കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, വീഴരുത്. വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഒരു ട്രോമ വന്നിട്ട് അവിടുന്ന് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത.